മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ അതിജീവിച്ച വനിതകൾ ഇന്ന് കർണാടകയിലേക്കൊരു യാത്ര പോവുകയാണ്. ചൂരൽമലയിലെ ടൂറിസം ഗൈഡും ദുരന്തത്തിന്റെ ഇരയുമായ രമേശ് അടക്കമുള്ളവരാണ് യാത്രയുടെ സംഘാടകർ. ഓൾ കേരള ടൂറിസം അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് യാത്ര. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, യാത്ര തുടങ്ങിയോ? സുർജിത്ത്, റിജിത്ത്, യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് കാണാം, ഇവരൊക്കെ പല ഭാഗങ്ങളിലായി ചിതറിപ്പോയ ആളുകളാണ്. അവരൊക്കെ ഇന്ന് വീണ്ടും ഒത്തുചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി മൈസൂരുവിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ബസ്സിലാണ്, ആ ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മളുള്ളത്. ഇവിടെ ധാരാളം പേരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് സഞ്ചാരി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. സഞ്ചാരി എന്ന് പറയുന്ന ഗ്രൂപ്പൊപ്പം തന്നെ ഓൾ കേരള ടൂറിസം അസോസിയേഷനുമാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട സംഘാടകൻ എന്ന് പറയുന്നത് ഈ വിവരം, അതായത് ഈ ദുരന്തത്തിന്റെ തലേ ദിവസം നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന രമേശ് ടൂറിസം ഗൈഡാണ്. രമേശിന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു യാത്ര, എല്ലാവരും ഒരുമിച്ച് കൂട്ടിയൊരു യാത്ര പോകണമെന്നല്ലേ രമേശ്? അതെ, തീർച്ചയായിട്ടും. കാരണം ഉരുൾ പൊട്ടുന്നതിന് മുമ്പ് തന്നെ യാത്ര ചെയ്യണം, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് ഒരു നല്ലൊരു വിനോദയാത്ര നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിന് സാധിച്ചില്ല. പക്ഷേ ഈ ഒരു മൊമെന്റ് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. കാരണം അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നായാലും അതുപോലെ സഞ്ചാരിയുടെ ഭാഗത്തുനിന്നായാലും മികച്ച ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും സ്നേഹത്താൽ നിറയുന്ന ഒരു സന്തോഷം, വല്ലാതെ മക്കളെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. കുറേ കാലത്തിന് ശേഷം ആളുകൾ അതെ, സഞ്ചാരി ഇപ്പം മലയാളത്തിലെ ഏറ്റവും വലിയ യാത്രാ കൂട്ടായ്മയായ സഞ്ചാരി 10ാം വാർഷികത്തിലേക്ക് കടക്കുവാണ്. അപ്പോൾ 10ാം വാർഷികത്തിന്റെ ഭാഗമായി സഞ്ചാരിയുടെ ചെന്നൈ, ബാംഗ്ലൂർ യൂണിറ്റുകൾ ചേർന്നാണ് ഈ യാത്ര ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണിത്. കാരണം മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ഇന്ന് വയനാടിന്റെ പല ഭാഗത്തായി ചിതറിക്കിടക്കുകയാണ്. അവരെ എല്ലാവരും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് 2 ദിവസത്തെ മൈസൂരിലേക്ക് ഒരു യാത്ര, എല്ലാം മൈസൂർ കാഴ്ചകളൊക്കെ കണ്ട് അവരുടെ പഴയ ജീവിതത്തിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം, പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ഊർജ്ജം പകർന്നു നൽകുക എന്നാണ് ഞങ്ങൾ സഞ്ചാരി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓൾ കേരള ടൂറിസം അസോസിയേഷന്റെ പൂർണ്ണമായ സപ്പോർട്ടും. എന്തായാലും ഇതിൽ നമ്മുടെ ശ്രുതി കൂടിയുണ്ട്. ശ്രുതി, എന്നാ എത്തിയത് നാട്ടിൽ? ഞാൻ തിങ്കളാഴ്ച എത്തി. ഭയങ്കര സന്തോഷമുണ്ട്. കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ എല്ലാവരെയും കാണുന്നത്. പിന്നെ ഒന്നിച്ചുള്ള ഒരു യാത്ര 4 മാസത്തിന് ശേഷമല്ലേ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും. അതെ, പരസ്പരം കാണാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും പരസ്പരം കാണാൻ പറ്റുന്നുള്ളല്ലോ സന്തോഷം. അതല്ലേ? എന്തായാലും ധാരാളം പേരുണ്ട് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുള്ള ആളുകളെയൊക്കെ കണ്ടു. ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ കണ്ടിരുന്നു അല്ലേ? കണ്ടു. എന്താ തോന്നുന്നത്? കണ്ട് ഒരു സന്തോഷം തോന്നണേ. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്നു. 2 ബസ്സുകളിലായാണ് ഇവർ യാത്ര നടത്തുന്നത്. അങ്ങനെ മൈസൂരുവിലേക്കാണ് യാത്ര. ഇങ്ങനെ സഞ്ചാരിയും ഒപ്പം തന്നെ ഈ ഓൾ കേരള ടൂറിസം അസോസിയേഷനും സംയുക്തമായി ഇത്തരത്തിൽ ഒരു യാത്ര ആലോചിച്ചു, സംഘടിപ്പിച്ചു. അതാണ് കാണുന്നത്. എവിടെ ആയിരുന്നു? ചൂരൽമലയായിരുന്നു ഇവിടെ. ഇപ്പൊ എവിടെ താമസിക്കുന്നത്? നെല്ലിമുണ്ടയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പൊ ഇവിടെ കാണുമ്പോൾ എന്താണ് സന്തോഷം തോന്നുന്നുണ്ട്? സന്തോഷമുണ്ട്. ഞങ്ങൾ ക്യാമ്പിൽ വെച്ച് കണ്ടതായിരുന്നു. അപ്പൊ ഇവിടുന്ന് എല്ലാവരും ഒരുമിച്ചുണ്ട്. നല്ല നേരത്തെ വോട്ട് ചെയ്യാൻ പോയിരുന്നോ? വോട്ട് ഞങ്ങൾക്ക് മേപ്പാടിയായിരുന്നു. അപ്പൊ വീണ്ടും ഇപ്പൊ ഇങ്ങനെയാണ് ഒരു ഒത്തുകൂടല്. ഞങ്ങൾ അയൽവാസികളൊക്കെ ഒരുമിച്ച് ഒരു ബസ്സിൽ കയറ്റി എല്ലാരും അടുത്തന്നെ ഇരുന്നാണ്. നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഒരു യാത്ര ചെയ്യുകയാണ്. നേരെ പോകുന്നത് മൈസൂരുവിലേക്കാണ്. ആ ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മളുള്ളത്. ഒരു ബസ് കൂടിയുണ്ട്. അങ്ങനെ 2 ബസ്സിലായി ഇവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. റിജിത്ത്, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വലിയ സങ്കടത്തോടു കൂടി അല്ലാതെ അവരുടെ മുഖങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി അവരൊരു വിനോദയാത്ര പോകുന്നു. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച്, അങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ച ആ സംഘാടകർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.